ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിതിന് പൊട്ടറ്റോ ഫ്രൈ എന്നോ അല്ലെങ്കിൽ പൊട്ടറ്റോ കട്ട്ലേറ്റ് എന്നോ അല്ലെങ്കിൽ പൊട്ടറ്റോ ടിക്ക എന്ത് വേണമെങ്കിലും നമുക്കിടാം. ഒരു സ്നാക്കാണ്, ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ ഞാനിത് ഓവനിലും ഉണ്ടാക്കിയെടുത്ത് പിന്നെ നമുക്ക് അത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കണേന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നമുക്കിത് വേവിക്കണം. ഞാനപ്പോൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു ആദ്യം. അതിനുശേഷം 2 സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചും അതൊക്കെ ചോപ്പ് ചെയ്തെടുത്തു, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതിന് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റാനിടാം. ഒരു ഗോൾഡൻ നിറം, നന്നായിട്ട് മൊരിയേണ്ട, ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടുന്നവരെ വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ട് നല്ല ആവിയൊക്കെ വന്നതുണ്ടോ, അതിന് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നല്ലൊരു ഗോൾഡൻ നിറമായപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. പക്ഷേ ഇതിൻ്റെ ഒന്നും ഫ്ലേവറോ കുത്തലോ മസാലയുടെ ടേസ്റ്റോ വലിയ കാര്യമായിട്ടില്ല. ജസ്റ്റ് ആ ഒരു സവാളക്കൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് സവാളയുടെ കൂടെ സെറ്റായി കിട്ടിയപ്പോഴത്തേക്കും നല്ല മുരിഞ്ഞ് നല്ല എല്ലാം ഒന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. ഇത് ഞാനപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ അടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും ഭേദം ഉടച്ചെടുക്കുന്നതിന് ഒന്നും കൂടി ബെറ്റർ. എന്നിട്ട് നമുക്ക് ഈ സവാളയും മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമുക്കത് നോക്കി ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മൈദ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക്. ഇപ്പോൾ ഞാനിത് കണക്ക് കാര്യങ്ങൾ നമ്മൾ ആദ്യം കുറച്ച് ഒന്ന് ഇട്ട് നോക്കുക, എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്യാൻ പറ്റണ ഭാഗം, നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റണ ഭാഗത്തിന് ആ ഒരു ബാറ്റർ കിട്ടണ വരെ മൈദ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുക. അതിന് ഒരു 3-4-5 ബ്രൗൺ ബ്രെഡാണ്, എന്ന് വെച്ചാൽ വീറ്റ് ബ്രെഡ് എടുത്ത് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നല്ല യെല്ലോ ഷെയ്ഡ്, എന്ന് വെച്ചാൽ പതഞ്ഞ് കിട്ടുന്ന പാകത്തിന് മുട്ടയും ആക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഈ ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് ഓരോ ഷേപ്പ്, നിങ്ങൾക്ക് കിട്ടുന്ന ഷേപ്പ് റോൾ ചെയ്തോ അല്ലെങ്കിൽ സ്ക്വയറോ നിങ്ങൾക്ക് ഷേപ്പിൽ എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ആ ബ്രെഡ് ഈ പൊടിയിലും കൂടി മുക്കി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇച്ചിരി ബാറ്റർ ഇത്ര ലൂസായതാണ്, കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞാനെല്ലാം മുക്കി വെച്ചു. ഇനി പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്കും ഞാൻ ഒരു 3-4 എണ്ണം ഫ്രൈ ചെയ്യാനിട്ടു. ബാക്കി ഇത് ഞാനെല്ലാം ഓരോന്നായിട്ട് ബേക്ക് ചെയ്യാൻ നമുക്ക് ഓവനിൽ അത് ബേക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട്. പറ്റേ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടട്ടെ. അപ്പോൾ രണ്ടിലും ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാട്ടോ. അപ്പോൾ അതും ഞാൻ ഓവനിൽ ഓക്കെ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ ആവട്ടെ. അപ്പോൾ നമ്മുടെ 2 ടൈപ്പുള്ള സ്നാക്കും റെഡി ആയിട്ടുണ്ട്, ഓവനിലും എണ്ണയിൽ ഫ്രൈ ചെയ്തു. അപ്പോൾ രണ്ടിനും 2 ടേസ്റ്റാണ്. കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ എണ്ണയിൽ വറുക്കണതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്. ഒരു ഈ ടീ സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.